പ്രിയപ്പെട്ട കുട്ടികളെ, HS മാത്സ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ആശയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പെയർ ഓഫ് ഇക്വേഷൻസ്, അതായത് സമവാക്യ ജോഡികൾ എന്ന അധ്യായത്തിലെ 2ാമത്തെ ആശയമായിട്ട് വരും. ഇങ്ങനെ ഒരു ചോദ്യം: ദി കോസ്റ്റ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ഈസ് 11,000 rupees. Cost of a table and 4 chair is 14,000 rupees. Find the cost of each. അതായത് ഒരു കസേരയ്ക്കും ഒരു മേശയ്ക്കും കൂടി 11,000 രൂപയാണ്. 4 കസേരയ്ക്കും ഒരു മേശയ്ക്കുമായപ്പോൾ അത് 14,000 രൂപയായി. എങ്കിൽ ഒരു മേശയുടെ വില എന്ത്, ഒരു കസേരയുടെ വില എന്ത്? അതാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കൊന്ന് മനക്കണക്കായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയേ, ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടി എത്രയാണ്? 11,000 rupees ആണ്. പിന്നെ ഒരു ടേബിളിനും 4 ചെയറിനും കൂടി 14,000 രൂപ, 14,000 rupees. അപ്പൊ ഇവിടെ എന്താ, വാട്ട് ഈസ് ദ ഡിഫറൻസ്? 1 ചെയർ 4 ചെയർ ആയി മാറി. ടേബിൾ സെയിമാ. ഒരു ടേബിളും 1 ചെയറും 11,000 rupees, ഒരു ടേബിളും 4 ചെയറും. അപ്പോൾ ഈ ആദ്യത്തെ കണ്ടീഷനേക്കാൾ 3 ചെയർ കൂടുതലാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പൊ 3 ചെയർ കൂടി ഇപ്പോൾ എത്ര രൂപ കൂടി? ഹൗ മച്ച് എമൗണ്ട് ഇൻക്രീസ്ഡ്? 11,000 14,000 ആകുമ്പോ 3,000 rupees മാറിയില്ലേ? അപ്പൊ എന്തായിരിക്കും കോസ്റ്റ് ഓഫ് 3 ചെയേഴ്സ്? അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനിൽ കൂടുതലായിട്ടുള്ള 3 ചെയേഴ്സിന്റെ വില എന്ന് പറയുന്നത് 3,000 രൂപയായിരിക്കും. കാരണം ഈ ഡിഫറൻസ് 3,000 ആണ്. 3 ചെയർ കൂടിയപ്പോൾ 3,000 rupees കൂടി. അപ്പോൾ കോസ്റ്റ് ഓഫ് 3 ചെയേഴ്സ് ആണ് 3,000. അപ്പോൾ കോസ്റ്റ് ഓഫ് 1 ചെയർ എന്തായിരിക്കും? 3,000/3, ദാറ്റ് ഈസ് 1,000 rupees ഈസ് ദി കോസ്റ്റ് ഓഫ് 1 ചെയർ. കോസ്റ്റ് ഓഫ് 1 ചെയർ നമുക്ക് കിട്ടി. 1 ചെയറും 1 ടേബിളും കൂടി 11,000 rupees ആണ്. അപ്പോൾ 1 ചെയർ മാത്രം 1,000 കിട്ടി. അപ്പോൾ 1 ടേബിൾ എത്രയായിരിക്കും? ടേബിളും ചെയറും കൂടി 11,000. അപ്പോൾ 11,000 1,000 സബ്ട്രാക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 10,000 rupees ഈസ് ദി കോസ്റ്റ് ഓഫ് 1 ടേബിൾ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനക്കണക്കായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റി. ഇത് തന്നെ വേരിയബിൾ 1 വേരിയബിൾ എടുത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത മെത്തേഡ് 2. ദി കോസ്റ്റ് ഓഫ് 1 ചെയർ എക്സ് എന്ന് വിചാരിക്കുക. ഒരു ചെയറിന്റെ വില എക്സ് ആണ്. ചെയറിന്റെ ടേബിളിന്റെയും കൂടി വില 11,000 ആണ്. അപ്പൊ ചെയർ എക്സ് എടുത്തു കഴിഞ്ഞാൽ ടേബിളിന്റെ വില 11,000 മൈനസ് എക്സ് ആയിരിക്കും. ടേബിളിന്റെ വില, കാരണം രണ്ടും കൂടി ആഡ് ചെയ്ത 11,000 ആണ്. അപ്പോൾ ചെയർ എക്സ് എടുത്തു, അപ്പൊ ടേബിൾ 11,000 മൈനസ് എക്സ്. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. 1 ടേബിൾ പ്ലസ് 4 ചെയർ. രണ്ടാമത്തെ കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ ആണ് 1 ചെയർ പ്ലസ് 1 ടേബിൾ. അതിൽ നിന്നാണ് നമ്മൾ 11,000 മൈനസ് എക്സ് എടുത്തത്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനിൽ 1 ടേബിൾ, അത് നമ്മൾ എടുത്തിരിക്കുന്നത് 11,000 മൈനസ് എക്സ് ആണ്. 4 ചെയർ, 1 ചെയറിന് x rupees. അപ്പൊ 4 ചെയറിന് 4x rupees. അപ്പൊ എന്തോന്നു? 11,000 മൈനസ് എക്സ് പ്ലസ് 4x, ദാറ്റ് ഈസ് ഈക്വൽ ടു 14,000. രണ്ടാമത്തെ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷനിൽ നിന്ന് 1 ചെയർ x എടുത്തു, സെക്കൻഡ് ചെയർ 11,000 മൈനസ് എക്സ് എടുത്തു. അപ്പൊ സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 1 ചെയർ ടേബിൾ 11,000 മൈനസ് എക്സ്, 4 ചെയർ വന്ന് 4x, അപ്പൊ 11,000 മൈനസ് എക്സ് പ്ലസ് 4x എന്ന് പറയുന്നത് 14,000 എന്നായി. അപ്പൊ 11,000 പ്ലസ് മൈനസ് എക്സ് പ്ലസ് 4x എന്ന് പറയുന്നത് 4x മൈനസ് എക്സ് എന്നാണ് ഇതിന്റെ മീനിങ്. 4x മൈനസ് എക്സ് 3x ആണ്. അപ്പൊ 11,000 പ്ലസ് 3x ഈക്വൽ ടു 14,000. അതിൽ നിന്ന് 3x എന്ന് എഴുതാം. 14,000 മൈനസ് 11,000, ദാറ്റ് ഈസ് 3,000. അപ്പൊ 3x 1,000 കിട്ടി. അപ്പൊ x എത്രയായിരിക്കും? 3,000/3, ദാറ്റ് ഈസ് 1,000. അപ്പൊ x എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് 1 ചെയർ ആണ്. 1 ചെയർ ഈസ് ഈക്വൽ ടു 1,000 എന്ന് കിട്ടി. അതുപോലെ തന്നെ 1 ടേബിൾ, കോസ്റ്റ് ഓഫ് 1 ടേബിൾ 11,000 മൈനസ് എക്സ് എടുത്തിരിക്കുന്നത്. 11,000 മൈനസ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000 rupees. അപ്പൊ രണ്ടാമത്തെ രീതിയിൽ അങ്ങനെ ചെയ്യാം. ഇത് തന്നെ 2 വേരിയബിൾ എടുത്ത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. മെത്തേഡ് 3 നോക്കൂ. ലെറ്റ് കോസ്റ്റ് ഓഫ് 1 ചെയർ എക്സ് എടുക്കുക. നമ്മൾ അവിടെ എടുത്തത് കോസ്റ്റ് ഓഫ് 1 ചെയർ എക്സ്
അപ്പോൾ കോസ്റ്റ് ഓഫ് വൺ ടേബിൾ 11,000 മൈനസ് എക്സ് എടുക്കുക. അതിന് പകരം ഇവിടെ കോസ്റ്റ് ഓഫ് വൺ ചെയർ എക്സ് എടുത്തു, കോസ്റ്റ് ഓഫ് വൺ ടേബിൾ വൈ എടുത്തു. എന്നിട്ട് ആദ്യത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? വൺ ചെയറും വൺ ടേബിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11,000 റുപ്പീസ് ആണ്. അപ്പോൾ വൺ ചെയർ എക്സ്, വൺ ടേബിൾ വൈ, അപ്പൊ എക്സ് പ്ലസ് വൈ 11,000. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? വൺ ചെയറും വൺ ടേബിളും 4 ചെയറും. അപ്പോൾ വൺ ചെയർ നമ്മൾ എക്സ് എടുത്തിരിക്കുന്നത്, അപ്പൊ 4 ചെയർ ആകുമ്പോൾ 4x, അപ്പൊ 4x പ്ലസ് വൺ ടേബിൾ വൈ, അപ്പൊ 4x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 14,000 കിട്ടും. അപ്പൊ രണ്ട് ഇക്വേഷൻ ആയി. 2 വേരിയബിൾ എടുക്കുമ്പോൾ 2 ഇക്വേഷൻസ്. ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്തു, ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്തു, സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ നോക്കിയേ, x പ്ലസ് വൈ ഈക്വൽ ടു 11,000, 4x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 14,000. നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. 4x പ്ലസ് വൈക്ക് പകരം 11,000 മൈനസ് എക്സ് എഴുതി. 11,000 മൈനസ് എക്സ്, y is equal to x plus y 11,000 ആണ്, y equal to 11,000 minus x. അപ്പോൾ 4x plus 11,000 minus x എന്ന് പറഞ്ഞാൽ 14,000 എന്ന് തോന്നുന്നു. അതിൽ നിന്ന് 4x minus x അതേപോലെ 3x ആണ്. അപ്പോൾ 3x plus 11,000 is equal to 14,000. അപ്പോൾ 3x എന്ത് വരും? 14,000 plus 11,000 separate y subtracting 11,000 ആയി. That is 3,000. അപ്പോൾ 3x equal to 3,000 എന്ന് കിട്ടും. അപ്പോൾ x equal to 3,000 by 3, that is 1,000. അപ്പോൾ x എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് വൺ ചെയർ, that is 1,000 rupees. ആൻഡ് കോസ്റ്റ് ഓഫ് വൺ ടേബിളോ x പ്ലസ് വൈ 11,000 ആണ്. അപ്പോൾ 11,000 മൈനസ് x ആണ് y. അപ്പോൾ y is equal to 11,000 minus 1,000, that is 10,000 rupees is the cost of one table. അപ്പോൾ 3 രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റി. അപ്പോൾ 2 വേരിയബിൾ എടുത്ത് ചെയ്യാം, 1 വേരിയബിൾ എടുത്ത് ചെയ്യാം, മനക്കണക്കായിട്ട് ചെയ്യാം. അപ്പോൾ ചില പ്രോബ്ലത്തിൽ മനക്കണക്കായിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം, ചില പ്രോബ്ലത്തിൽ 1 വേരിയബിൾ എടുത്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പം, ചില പ്രോബ്ലത്തിൽ 2 വേരിയബിൾ എടുത്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇത് 3 രീതിയിലും ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ പ്രോബ്ലത്തിനും അതിൻ്റെ അനുസരിച്ച് നമ്മൾ രീതി സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.